ആക്ച്വലി ഞാൻ ലിജോ ചേട്ടനുമായിട്ട് ഞാൻ ഡബിൾ ബാരൽ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഡബിൾ ബാരൽ കുഞ്ഞിനാമാണ് ഒരു സമയത്ത്. അപ്പോൾ കപ്പ്യാരി ചെയ്യുന്ന സമയത്ത് വിജയേട്ടനാണ് കപ്പ്യാരി ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലിജോ ചേട്ടൻ കപ്പ്യാരിൻ്റെ സമയത്ത് ഞങ്ങൾ ഇടക്കിടക്ക് കാണുകയും കപ്പ്യാരി കാരണം കുഞ്ഞിരാമായണം കഴിഞ്ഞ് നെക്സ്റ്റ് കപ്പ്യാരിയാണ് ചെയ്തത്. അപ്പോൾ വിജയേട്ടൻ്റെ സുഹൃത്തായതുകൊണ്ടും ഇടക്ക് ലിജോ ചേട്ടൻ അവിടെ വരികയൊക്കെ ഉണ്ടായി. ലാസ്റ്റ് അങ്കമാലി ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോൾ എന്ന് വെച്ചാൽ കുറേ പേര് ആ കഥ എനിക്കൊന്ന് കുറേ ആൾക്കാരിലോട്ട് പോയി. ആദ്യം ഒരാൾ വന്നു, രണ്ടാമത് വന്നു, എനിക്കൊന്ന് ടൊബി, സഞ്ജു, ആസിഫ്, കുറേ ആൾക്കാരിൽ സൗബി, അങ്ങനെ കുറേ ആൾക്കാരിലോട്ട് പോയി. ലാസ്റ്റ് എൻ്റെ അടുത്ത് വന്നായിരുന്നു അങ്കമാലി. അന്ന് ചെമ്പൻ ചേട്ടൻ ഡയറക്റ്റ് ചെയ്തിരുന്ന പടമാണ് അങ്കമാലി. അന്ന് ലിജോ ചേട്ടൻ അവിടെ ഉണ്ട്. ഞങ്ങൾ ഈ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് ലിജോ ചേട്ടൻ അവിടെ ഉണ്ട്. അപ്പം ഞാനിപ്പോഴും ഇപ്പോൾ പുറത്തെടുക്കുമ്പോൾ എനിക്ക് വെച്ചാൽ ഞാൻ ചിലപ്പോൾ അന്ന് ഞാൻ ആ സിനിമ ചെയ്തില്ല. ഒന്നെനിക്ക് അവരുടെ ഒരു ഡയലക്റ്റും അവരുടെ ഒരു സംസാര രീതിയും ഞാൻ അങ്ങനെ ബാസിയൊക്കെ കുറേ കോമ്പിനേഷൻ പറഞ്ഞു ചെമ്മഞ്ചേട്ടൻ. അപ്പം എനിക്ക് ആ കഥ അന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഒന്നും മനസ്സിലായില്ല. ചെമ്മഞ്ചേട്ടൻ പറഞ്ഞപ്പോൾ ചെമ്മഞ്ചേട്ടനോട് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. കാരണം ചെമ്മഞ്ചേട്ടൻ്റെ കഥയൊന്നും പറയാൻ അവിടെ ചെമ്മഞ്ചേട്ടൻ ഇതാണ് പരിപാടിയുടെ, ഇതാണ്, ഇതെങ്ങനെയാണ്. അവിടുത്തെ കുറേ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പം ഞാൻ ചെമ്മനോട് അത്ര കാര്യം പറഞ്ഞുള്ളൂ. അന്ന് പിറ്റേ ദിവസം വിളിച്ചിട്ട് ഞാൻ ഇത് നിങ്ങളൊരിക്കലും ഡയറക്റ്റ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അന്ന് കത്തി നിൽക്കുന്ന അന്ന് പുള്ളിയുടെ അഭിനയത്തിൽ കുറേ കാലം. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നതാണ്. എനിക്ക് പേഴ്സണലി എനിക്കൊരു ഇതില്ല. അന്ന് ഞങ്ങൾ ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതൊരിക്കലും നിങ്ങൾ ചെയ്യരുത് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ അന്ന് പറഞ്ഞ വിജയേട്ടനോട് എനിക്ക് വന്ന് ആരോട് പറഞ്ഞു വെച്ചാൽ അന്ന് നമ്മൾ ആനന്ദം എന്ന് പറഞ്ഞ ഏട്ടനപ്പുറത്തൊരു സിനിമയായിരുന്നു. അപ്പോൾ പിന്നെ ആര് ചെയ്യുന്നുള്ളൊരു കാരണം വിജയേട്ടൻ ഓൾറെഡി നമ്മൾ കപ്പ്യാർ ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്താണ് അങ്കമാലിയുടെ ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ ഇതാര് ചെയ്യും എന്നുള്ളൊരു ചിന്ത വന്നപ്പം ആനന്ദം അപ്പുറത്ത് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊരു ചെമ്മഞ്ചേട്ടനോട് വിജയേട്ടനോട് ആരോടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഈ പറഞ്ഞ പരിപാടി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഇതാര് ഡയറക്റ്റ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം വേറൊരാളുടെ പേര് പറഞ്ഞു. വേറൊരാള് വെച്ചാൽ ആമേൻ്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്ന രതീഷായിരുന്നു തൃശ്ശൂർ പേരൂർ ക്ലിപ്തം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്തു. അങ്ങനെ അങ്കമാലി രതീഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചർച്ച നടന്നു. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്തൊന്നും ലിജോ ചേട്ടൻ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇല്ല. ഈ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് ലിജോ ചേട്ടൻ അവിടെയൊക്കെ മാറി നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ അപ്പോഴും ഞാൻ ആലോചിച്ചിരുന്നു. ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് ലിജോ ചേട്ടൻ. അപ്പോൾ എനിക്കൊന്ന് അന്ന് പുള്ളി ഡബിൾ ബാരലിന് കഴിഞ്ഞതിന് ശേഷം പുള്ളി എനിക്കൊന്ന് സിനിമയേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഒരു താല്പര്യം കാണിക്കാതിരുന്നപ്പോൾ ഞാൻ വെച്ച അങ്കമാലിനെ പോലത്തെ ഒരു പ്ലസ് അങ്കമാലിക്കാരാണ് ലിജോ ചേട്ടൻ ഏറ്റവും അറിയാവുന്ന ഒരു സെറ്റിംഗ് അല്ല, അവരൊക്കെ ആ നാട്ടുകാരാണ്. പിന്നെ ഞാൻ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ഡയറക്ഷൻ പരിപാടിയൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഞാൻ അറിയുന്നത് ലിജോ ചേട്ടൻ അങ്കമാലി ചെയ്യുന്നുള്ളത്. അപ്പം അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് അന്ന് ചെയ്യേണ്ടിയിരുന്നൊരു ആയനെ. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് ഒരു ഓർമ്മ പറഞ്ഞത്.